സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ പാതയിലാണ് സിയാൽ. സിയാൽ 2.0 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 200 കോടി രൂപ ചെലവിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. മാറുന്ന ലോകത്തിനൊപ്പം ഡിജിറ്റൽ രംഗത്ത് പുതിയ ചുവടുവയ്പ്പിനാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറെടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ യാത്രികർക്ക് മികച്ച സേവനവും സുരക്ഷയും ഉറപ്പു നൽകുന്നതാണ് പുതിയ പദ്ധതികൾ. വേദിയിൽ തയ്യാറാക്കിയ മോണിറ്ററിൽ കൈപതിപ്പിച്ച് പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി 4000 AI അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ്. എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ആധുനികവൽക്കരിക്കുകയാണ്. ഫുൾ ബോഡി സ്കാനറുകൾ ഏർപ്പെടുത്തുകയാണ്. അതോടെ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് യാത്രക്കാരുടെ ശരീരം സ്പർശിച്ചുകൊണ്ടുള്ള സുരക്ഷാ പരിശോധന ഒഴിവാക്കാനാണ്. ക്യാബിൻ ബാഗേജുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് വേഗത കൂട്ടാൻ ഓട്ടോമാറ്റഡ് ട്രേ റിട്രീവൽ സിസ്റ്റം, ബാഗിലടങ്ങിയ വസ്തുക്കളുടെ ത്രിമാന രൂപങ്ങൾ തെളിയുന്ന സ്കാനറുകൾ, മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കാതെ യാത്രികരുടെ പരിശോധന പൂർത്തിയാക്കുന്ന ഫുൾ ബോഡി സ്കാനറുകൾ. പുതിയ കാലത്തിനൊപ്പം നൂതന മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എടുത്തു പറയേണ്ടത് സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെൻ്ററാണ്. ഇത് സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളൊരു ഓൺ പ്രൊമൈസ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് കൂടാതെ ഇവിടെ ATRS സിസ്റ്റം, അതായത് ഓട്ടോമാറ്റിക് ട്രേ റിട്രീവൽ സിസ്റ്റം, ബാഗേജുകൾ വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ATRS സിസ്റ്റം. അതായത് 4000-ഓളം AI ക്യാമറ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു സിയാൽ 2.0യുടെ ഭാഗമാണ്. ചടങ്ങിൽ P. രാജീവ് അധ്യക്ഷത വഹിച്ചു. സിയാൽ MD S. സുഹാസ്, ഡയറക്ടർ ബോർഡ് അംഗം MA യൂസഫ് അലി, MLA മാരായ അൻവർ സാദ്, റോജി M. ജോൺ, MP മാരായ ഹൈബി ഈഡൻ, അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.